തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ തേവലക്കരയ്ക്ക് സമീപം പ്രവർത്തനം തുടരുന്ന ബഥാന്യ ഭവൻ സിസ്റ്റർ സൂസന്ന മെമ്മോറിയൽ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് വുമൺ എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ റാന്നി പെരുന്നാട് ബഥനി ആശ്രമത്തിന് കീഴിൽ തേവലക്കര കിഴക്കേക്കരയിൽ പ്രവർത്തനം തുടരുന്ന സ്ഥാപനമാണ് ബഥാന്യ ഭവൻ സിസ്റ്റർ സൂസന്ന മെമ്മോറിയൽ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് വുമൺ. ബുദ്ധിവൈകല്യമുള്ളതും ഭിന്നശേഷിക്കാരുമായ സ്ത്രീകൾക്ക് അഭയം നൽകുന്നതിനു വേണ്ടി 2001 നവംബർ 16 ആരംഭം കുറിച്ചതാണ് ഈ സ്ഥാപനം. ഞങ്ങൾ റാന്നി പെരുന്നാട്ടിലുള്ള ഓർത്തഡോക്സ് സഭയുടെ ബഥനി കോൺവെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ഹൗസാണ് ഇത്. ഞങ്ങളുടെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററിൻ്റെ തറവാടാണ് ഇത്. ആ സിസ്റ്റർ 1955 മരിച്ച ആളാണ്. കോൺവെൻറ്റിൽ സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾക്ക്, അതായത് ബ്രദേഴ്സിന് മക്കളില്ലാതെ വരികയും അവരുടെ ഭാര്യമാർ വിധവമാരായി വാർദ്ധക്യത്തിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു മകളുടെ മകൻ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സക്കറിയ ടി സക്കറിയ എന്ന സാറ് 2001 ബഥനി കോൺവെൻറ്റിൽ വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇവിടെ വരണം, വന്ന് ഈ അമ്മമാരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും കോൺവെൻറ്റിൽ അതിൻ്റേതായിട്ടുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ ചാപ്റ്റർ കൂടി 2 സിസ്റ്റേഴ്സ് വന്നു. അന്ന് വന്നത് ഒന്ന് ഞാനും പിന്നെ സിസ്റ്റർ നിസി, ഇതിന് മുമ്പ് ഇവിടെ ഇരുന്ന ആളുമാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ 2001 ആ പഴയ വീട്ടിൽ 2 അമ്മമാരോടുകൂടി താമസം തുടങ്ങി. അങ്ങനെ അവിടെ താമസിച്ചു. അന്ന് തന്നെ ഞങ്ങൾക്ക് ഇത് ദാനാധാരമായിട്ട് എഴുതി തന്നു. ഈ പറമ്പും ആ വീടും 2 അമ്മച്ചിമാരെയും കൂടെ എഴുതി തന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ എന്നാ പ്രസ്ഥാനം തുടങ്ങണമെന്ന് പ്രാർത്ഥനാപൂർവം തമ്പുരാനോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾക്കില്ലാത്ത ഒരു പ്രസ്ഥാനം തുടങ്ങണം. ഞങ്ങൾക്ക് സ്കൂളുണ്ട്, ബോർഡിംഗ് ഉണ്ട്, അന്നൊരു ഹോസ്പിറ്റലുണ്ട്, വൃദ്ധസദനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കില്ലാത്ത ഒരു പ്രസ്ഥാനം, ബുദ്ധിവൈകല്യമുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്ത് കോൺവെൻറ്റിൻ്റെ ചുമതലയിൽ പടിഞ്ഞ ബിൽഡിങ്ങാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഈ ബിൽഡിങ്ങിന് പണം കണ്ടെത്താനും ഒക്കെ ബുദ്ധിമുട്ടി. എന്നാൽ ലോൺ എടുത്തു. സിസ്റ്റേഴ്സിൻ്റെ സഹോദരങ്ങൾ സഹായിച്ചു. കോൺവെൻറ്റിൽ നിന്ന് എസ്റ്റേറ്റിൽ നിന്ന് രൂപ ഞങ്ങൾക്ക് കിട്ടി. ഇങ്ങനെ ലോൺ എടുത്തും ഈ ബിൽഡിങ് 2007 പൂർത്തിയാക്കി. ഈ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2007 ഫെബ്രുവരി 7 ഇത് ഉദ്ഘാടനം ചെയ്തു. കേരള ഡെപ്യൂട്ടി സ്പീക്കർ, കൊല്ലത്തെ ഞങ്ങളുടെ വിസിറ്റർ ബിഷപ്പായ എപ്പിഫാനിയോസ് തിരുമേനി, നാട്ടുകാർ, പള്ളിക്കാർ എല്ലാവരുടെയും കൂടെ വലിയ ഒരു സംരംഭത്തിൽ ഇത് ഒരു കുട്ടിയുമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചു. അതിന് ശേഷം ഇപ്പോൾ 56 അന്തേവാസികളുണ്ട്. ബുദ്ധിവൈകല്യമുള്ളവർ മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ള 55 പേരും തമിഴ്നാട്ടിലെ ഒറ്റയൊരു വ്യക്തിയുമാണ് ഇവിടെ താമസിക്കുന്നത്. വടക്കേ കോഴിക്കോട്, പിന്നീട് അട്ടപ്പാടി, തമിഴ്നാട്, ഇങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നുണ്ട്. കേരളത്തിലുള്ളവരുണ്ട്, പോലീസ് സ്റ്റേഷൻ വഴി വന്നവരുണ്ട്, സാമൂഹ്യനീതി വകുപ്പ് വഴി വന്നവരുണ്ട്, വഴിയോരത്ത് നിന്ന്
പല സഹായികളും പിടിച്ചുകൊണ്ട് വന്നവരുണ്ട്. പല രീതിയിൽ വന്ന 56 അംഗങ്ങളും 8 സ്റ്റാഫുമാണ് ഇപ്പം ഇതിൽ പ്രവർത്തിച്ചു വരുന്നത്. റാന്നി പെരുന്നാട് ബദനി സന്യാസിനി സമൂഹത്തിൽ അംഗമായിരുന്ന സിസ്റ്റർ സൂസന്നയുടെ പാവന സ്മരണ നിലനിർത്തുവാൻ കുടുംബം ദാനമായി നൽകിയ സ്ഥലത്താണ് തേവലക്കരയിൽ ഈ സ്ഥാപനം പ്രവർത്തനം തുടരുന്നത്. ഇന്ന് 57 പരം സഹോദരിമാർക്കാണ് ഈ സ്ഥാപനം അഭയം നൽകി വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറും മദർ സുപ്പീരിയറുമായി റവറൻ സിസ്റ്റർ ഹെലൻ SIC ശുശ്രൂഷ ചെയ്തു വരുന്നു. രക്ഷകർത്താക്കളുള്ളവരുണ്ട്, ആരുപോലും ഇല്ലാത്തവരുണ്ട്, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ, ആധാർ കാർഡ് ഇല്ലാത്തവർ, ഇങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ ഇവിടെ ആശുപത്രി ഇവിടെ 1-2 ഉണ്ട്. ഇവിടെ സിസ്റ്റേഴ്സ് ദൈവകൃപയാൽ കാർ ഓടിക്കുന്ന സിസ്റ്ററുണ്ട്. എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പിന്നീട് കണ്ണിനിയുടെ 1-2 പേരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, കൈ ഒടിഞ്ഞവരുണ്ട്. അതേ അവസരത്തിൽ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പല്ല് തേക്കാൻ അറിയാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല, കുളിക്കാൻ അറിയത്തില്ല, വസ്ത്രം ധരിക്കാൻ അറിയത്തില്ല. ഇതെല്ലാം തന്നെ ചെയ്തു കൊടുക്കേണ്ടവരുണ്ട്. തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നവർ 7-8 പേരേ ഉള്ളൂ. അവർ മറ്റുള്ളവരെ കൂടെ സഹായിക്കും. എല്ലാ ദിവസവും തുണി കഴുകും. അത് വാഷിംഗ് മെഷീനുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെയൊക്കെ കെയർ ടേക്കറിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ തുണിയെല്ലാം എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യും, കഴുകി വിരിക്കും. പിന്നീട് ഭക്ഷണം വാരിക്കൊടുക്കേണ്ടവരുണ്ട്. മരുന്ന് കൊടുത്താൽ 10-16 ഗുളികയുണ്ട്. മരുന്ന് കൊടുത്താൽ അത് വലിയ ബുദ്ധിയുള്ളവരൊക്കെ നാക്കിനടിയിലാക്കി ഓടയിൽ കൊണ്ട് തുപ്പും. പിന്നീട് ഗുളിക കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചാൽ പൊടിച്ച് ഭക്ഷണത്തിനകത്തിട്ട് ഇളക്കി കൊടുക്കും. പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിപ്പോകാൻ ടെൻഡൻസി ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഗേറ്റും ഇതെല്ലാം എപ്പോഴും അടച്ചിടുന്നത്. അങ്ങനെ പിന്നെ അല്ല എങ്കിൽ ഇവർ നാശം കാണിക്കും. എന്തെങ്കിലും പൈപ്പ് തുറന്നാൽ പൊട്ടത്തില്ല. പിന്നീട് എന്തോ നാശം വേണേലും മറ്റുള്ളവരെ നല്ല അക്ഷരം അറിയാവുന്നവരുണ്ട്. മറ്റുള്ളവരെ വേണ്ടി വന്നാൽ ഉപദ്രവിക്കാൻ ടെൻഡൻസി ഉള്ളവരുണ്ട്. പക്ഷെങ്കിൽ എന്നാലും നമ്മൾ അത് സ്റ്റാഫൊക്കെ നല്ല ക്രമീകരണത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ക്രമീകരിക്കും. നേഴ്സെന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ യോഗയുണ്ട്. പിന്നെ പിള്ളേർക്ക് സീസൺ അനുസരിച്ച് ക്രിസ്മസിൻ്റേത് ഓണത്തിൻ്റേതൊക്കെ പരിപാടികൾ അവതരിപ്പിക്കും. നന്നായിട്ട് പാടുന്നവരുണ്ട്. പെയിൻറ്റിങ്, ഇങ്ങനെ കുട്ടികൾക്ക് വേറെ കുട്ടികൾ മീൻസ് 24 വയസ്സിൽ കുറഞ്ഞവരില്ല. പക്ഷെങ്കിൽ അവർക്ക് കുട്ടികളുടെ സ്വഭാവമായതുകൊണ്ട് അങ്ങ് വന്നു പോകുന്നതാണ്. പിന്നീട് സിസ്റ്റേഴ്സ് 3 പേരുണ്ട്. അതിൽ മെഡിസിൻ്റെ കൈകാര്യമൊക്കെ ചെയ്യാൻ ഒരു സിസ്റ്ററിനറിയാം, ഒരു സിസ്റ്റർ കണക്ക് എഴുതും. പിന്നെ ഇവിടെ കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നത് മോണിക്ക സിസ്റ്ററാണ്. പിന്നീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊട്ടടുത്തൊരു ഡോക്ടറുണ്ട്. അതായത് അയൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്. അത് കാരണത്താൽ ഞങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കുന്നതിന് പിന്നെ PGക്ക് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഭർത്താവ് വേറെ വിദേശത്തുമാണ്. അപ്പോൾ പ്രസവിച്ച് ആ ഡോക്ടർ അവിടെ ഉള്ളത് കാരണത്താൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡോക്ടറെ കിട്ടും. പിന്നീട് ഞങ്ങൾ അടക്കത്തിന് വേണ്ടി പള്ളിയിലെ കല്ലറ എടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടുകാരുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡി മരണപ്പെട്ടാൽ ഡെഡ് ബോഡി പിന്നെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അല്ല എങ്കിൽ ഇവിടെ അടക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നീട് നാട്ടുകാരുടെ കൃത്യമായ സഹകരണം ഉള്ളതുകൊണ്ട് ഇത് സുഗമമായിട്ട് പോകുന്നു. ഇവിടെ 64 പേരുടെ ചെലവ് കഴിയുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ മഹാകരുണ സർവശക്തൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഇത് നന്മയായിട്ട് പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഞങ്ങളെ അതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയിലെ പിന്നെ തിരുമേനിമാരൊക്കെ ഈ പള്ളിയിൽ വരികയാണെങ്കിൽ ഞങ്ങളെ സന്ദർശിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ ഇടവകയിലെ ആര് വന്നാലും അച്ഛന്മാരും അതുപോലെ അവിടെ പള്ളിയിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പല പള്ളികളിൽ നിന്നും അച്ഛന്മാർ വരാറുണ്ട്.
അവരുടെ യൂത്ത് ലീഗിനെ, YMCA, സ്ത്രീ സമാജക്കാർ, ഇങ്ങനെ ഓരോ സംഘടനകൾ ഇവിടെ കടന്നു വരികയും ഞങ്ങളെ ഹൃദ്യമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കൂളുകൾ വഴി കോളേജിൻ്റെതുമൊക്കെ പല കുട്ടികളും ഇങ്ങനെയും ഒരു ജീവിതമുണ്ടെന്ന് കാണിക്കാൻ തക്കവണ്ണം ചില സംഘടനകൾ, അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചില സാധനങ്ങളൊക്കെ സമാഹരിച്ച് ഇവിടെ വന്ന് സന്ദർശിക്കുകയും ഞങ്ങൾക്ക് സംഭാവനകൾ തരികയും ചെയ്യാറുണ്ട്. ബഥാന്യ ഭവന്റെ പ്രവർത്തനങ്ങൾക്ക് സിസ്റ്റർ സ്മോനി SIC, സിസ്റ്റർ മോണിക്ക SIC എന്നിവർ സഹശുശ്രൂഷകരായി പ്രവർത്തനം തുടരുന്നു. 132 പേരോളം ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ മരണപ്പെട്ട ധാരാളം പേര് പോയിട്ടുണ്ട്. പിന്നീട് ഒരുപാട് വയലൻ്റ് ആകുകയും പിന്നീട് നമുക്ക് ആ സുരക്ഷിതത്വം ഏറ്റെടുക്കാൻ വയ്യാത്ത പോലുള്ള പ്രയാസങ്ങളുണ്ടാക്കുന്ന, ഇറങ്ങി ഓടിയുന്നതും ഒക്കെയുള്ളവരെ നമ്മൾ തിരിച്ചു വിടുക ചെയ്തിട്ടുണ്ട്. അതിന് രക്ഷകർത്താക്കൾ അതിന് സഹകരിക്കുന്നവർ ഇപ്പം എനിക്ക് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാതെ ഇറങ്ങി ഓടുവാൻ ടെൻഡൻസി ഉള്ളവരുണ്ട്, പൂട്ടിയിട്ടേക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാലും ചില രക്ഷകർത്താക്കൾ കൊണ്ടുപോകത്തില്ല. അവരെ ഞങ്ങൾ ഇവിടെ അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നീട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും പറയുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഞങ്ങളുടെ ഇവിടെ ഒരു കറണ്ടിൻ്റെ ഒരു പ്രകാശത്തിന് എന്തെങ്കിലും കുറവാണെങ്കിൽ അവിടെ നാട്ടിലുള്ള ഒരു തൊട്ടടുത്ത ഒരാൾ, ഇലക്ട്രീഷ്യൻ ഒരാളുണ്ട്, അദ്ദേഹം വന്ന് പറയും എന്താ ഇവിടെ ലൈറ്റ് ഇല്ലാഞ്ഞെന്ന് ചോദിച്ചു വന്ന് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തപ്പി ശരിയാക്കി തരും. അതുപോലെ പിന്നെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഇപ്പം കൃഷി സാധനങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും അവർക്ക് ആവശ്യമില്ലാതെ, അതായത് ഒരു വാഴക്കൊല 1-2 പേര് താമസിക്കുന്നത്, വലിയൊരു വാഴക്കൊല വെട്ടിയാൽ അവർക്ക് ചിലവ് വരികയില്ല. അപ്പോൾ വാഴക്കൊല വെട്ടി ഇവിടെ കൊണ്ടുത്തരും. അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായ സഹകരണം ഞങ്ങൾക്കുണ്ട്. നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്, ഞങ്ങളുടെ മിടുക്കല്ല. സർവശക്തൻ്റെ മഹാകരുണയാൽ ഇവിടെ അവിടുത്തെ അനന്തമായ കരുണ കൊണ്ട് ഞങ്ങളിത് ഇത്രയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇവിടുത്തെ രക്ഷകർത്താക്കൾ കടന്നു വരുന്നവരുണ്ട്, ഒരിക്കൽ പോലും കടന്നു വരാത്തവരുണ്ട്. ഇവിടെ ഞങ്ങളോട് നല്ല സഹകരിക്കുന്നവരുണ്ട്. പിന്നീട് ചില സമയത്ത് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പണം നമുക്ക് ചിലവാക്കാൻ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളത് പണം കൈകാര്യം ചെയ്യുന്നവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ എവിടെങ്കിലും 2 ദൈവദൂതന്മാർ കടന്നു വരികയും പൈസ തരികയും ചെയ്യും. പക്ഷെങ്കിൽ ഇവിടുത്തെ ഈ അന്തേവാസികളുടെ ഈ ജീവിതശൈലി അനുഗ്രഹകരമായി തീരാൻ ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരുമുണ്ട്. ഞങ്ങൾക്കതൊരു ഭാരമായിട്ടോ പ്രയാസമായിട്ടോ തോന്നുന്നില്ല. ദൈവത്തിന് വേണ്ടി, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊരു ഫീൽഡ് തന്നു. അത് ഞങ്ങൾ ദൈവം തമ്പുരാൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്ദിയുടെയും ഒരനുഭവമായിട്ട് തീരുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതുക്കത്തിൻ്റെ ഒരു അനുഭവത്തോടു കൂടി ഞങ്ങൾ സർവശക്തൻ്റെ തണലിൻ കീഴിൽ ഞങ്ങളിവിടെ താമസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മനസ്സിന്റെ നൂലിഴകൾ പൊട്ടി ജീവിത വഴിയോരങ്ങളിൽ എവിടെയോ ഒറ്റയ്ക്കായി പോയവർ, ഒരു നാൾ എവിടെയൊക്കെയോ ഉപേക്ഷിക്കപ്പെട്ടവർ, ആരോരുമില്ലാതായവർ, പകച്ചുപോയ ജീവിത നിമിഷങ്ങൾക്ക് മുമ്പിൽ പതറി നിന്ന കാലത്ത് ബഥാന്യ ഭവൻ അഭയമൊരുക്കിയവർ ഇന്ന് ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തണലിലാണ്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും
എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സിസ്റ്റർ സ്നേഹത്തിനും ഹെലനും സിസ്റ്റർ മോണിക്കയ്ക്കും ഒപ്പം സേവന സന്നദ്ധരായ ശുശ്രൂഷ മനോഭാവമുള്ള സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവസ്നേഹത്തിൽ ഈ സഹോദരങ്ങളെ കരുതുന്ന ഒരു പറ്റം സേവന പ്രവർത്തകരും ബഥാന്യ ഭവന്റെ വിജയകരമായ പ്രവർത്തനങ്ങളിൽ നിത്യവും പങ്കാളികളാവുന്നു. ഇപ്പോഴിവിടെ 56 പേരാണുള്ളത്. രാവിലെ അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അവരെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവർ സ്വയമായി അവരുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചുരുക്കമാണ്. ഒരു 10 പേര് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കും. അവർക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പല്ല് തേപ്പിച്ച് പിന്നെ കുളിപ്പിച്ച് ബെഡെല്ലാം ഷീറ്റെല്ലാം നനച്ച് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ കുളിപ്പിച്ചെല്ലാം എല്ലാം കഴിഞ്ഞേച്ച് അവർ പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ ഭക്ഷണം 8:45-നും 9-നും ഇടയ്ക്ക് അവരുടെ ഭക്ഷണം കൊടുത്ത് പിന്നെ അവരെ രാവിലെ അവർക്ക് പിന്നെ യോഗ, തയ്യൽ, ബൈബിൾ ക്ലാസ്, മ്യൂസിക് ക്ലാസ്, എക്സർസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള അവരെ കൊണ്ട് ഒരു 10 മണി തൊട്ട് രാവിലെ 9-ൻ്റെ ഭക്ഷണം കഴിഞ്ഞേച്ച് 10 തൊട്ട് അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ സെപ്പറേറ്റ് കൊണ്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. അതിനുവേണ്ടി ഒരു സ്റ്റാഫ് നേഴ്സ് ടീച്ചറുണ്ട്. ആ ടീച്ചറിൻ്റെ പേര് മൻസി എന്ന്. ഇതെല്ലാം കഴിഞ്ഞേച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കും. 1 ആകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് തീരും. അത് മിക്കവാറും ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ വെക്കാൻ ആളുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്. എല്ലാവരും കൂടെ സഹായിച്ച് ഭക്ഷണം വെച്ച് അവർക്ക് കൊടുക്കും. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ കാണും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അവർക്ക് ഉച്ചയ്ക്ക് TV കാണേണ്ടിയവർക്ക് TV കാണാം, ഉറങ്ങേണ്ടിയവർക്ക് ഉറങ്ങാം, എന്തെങ്കിലും ചെയ്യാം. ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് അവർ എഴുന്നേറ്റിട്ട് ഒരു 4 തൊട്ട് 5 വരെ ഇവിടെ നടക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാവരും മടിച്ചുകളാണ്. പിന്നെ കുറേയൊക്കെ നടക്കും, കുറേയൊക്കെ വഴക്ക് പറഞ്ഞ് നടപ്പിക്കും. അങ്ങനെ എക്സർസൈസ് 3 തൊട്ട് ഒരു 5 വരെ ഉണ്ട്. അത് അവർ കൃത്യം നിർവഹിക്കത്തൊന്നുമില്ല, എന്നാലും അവർ കുറേയൊക്കെ നടക്കും. പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ 6 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ പ്രയറിൻ്റെ സമയമാകും. പ്രയറിന് എല്ലാവരും വരും. പ്രയർ കഴിഞ്ഞ് വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ അവരൊക്കെ ഉറങ്ങുന്നു. അസുഖങ്ങളൊക്കെ വരുമ്പം ചിലർ വീട്ടിൽ അവരെ പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുപോയി കണ്ണോപ്പറേഷൻ 2 പേരുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഒരാൾക്ക് ന്യൂമോണിയ വന്ന് അതിന് അഡ്മിറ്റായി. അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യും. വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാർ സാമ്പത്തികമുള്ളവരാണെങ്കിൽ അവർ സഹായിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ അതെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ കഴിഞ്ഞ 2022 അതായത് 23 മാർച്ച് വരെ പിന്നെ ഇത് കിട്ടുമായിരുന്നു, ഗ്രാൻഡ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് 2023 മാർച്ച് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഗ്രാൻഡ് കിട്ടിയിട്ടില്ല. സർക്കാരിന് പൈസ ഇല്ലെന്ന് അവർ പറയുന്നത്. ഏതായാലും ഒന്നും കിട്ടാറില്ല. പക്ഷെ നാട്ടുകാരുടെ ഹൃദ്യമായ സഹകരണം ഉള്ളത് കൊണ്ട് സർക്കാർ തന്നില്ലേലും കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാതെ ഞങ്ങളവരെ പോറ്റി പുലർത്തിക്കൊണ്ട് പോകുന്നു. അവരേറെക്കുറെ സന്തോഷമായി ജീവിക്കുന്നു എന്നാൽ ഞങ്ങളുടെ വിചാരം. അവർ സന്തോഷമായി അവരിവിടെ ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഞങ്ങൾക്ക് ഇടയായതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷം. എന്നാലും അതിനിടെ അവരൊക്കെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. വഴക്കുണ്ടാക്കിയാലും ഞങ്ങൾക്കും അവർക്കും അവർക്കും സന്തോഷമാണ്, അവരോട് ഞങ്ങൾക്കും സന്തോഷം. അങ്ങനെ പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും പോകുന്നു. ഞങ്ങൾക്ക് എന്നും ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ സാധിച്ചല്ലോ എന്ന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാ പേപ്പേഴ്സും വൃത്തിയാക്കി നല്ലതായിട്ടെല്ലാം അവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് അയച്ചതാണ്. പക്ഷേ ഇതുവരെ അവർ അതിന് റെക്കഗ്നേഷൻ ഞങ്ങൾക്ക് തന്നില്ല. കാരണം അറിയത്തില്ല, അവരും ഇൻസ്പെക്ഷൻ വന്ന് കഴിയാഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും. ആരണ്ട് പറഞ്ഞ് മാർച്ച് വരെ അതിന് സമയമുണ്ട്, അത് കഴിയുമ്പോഴത്തേ അവർ തരുമെന്ന്. ബഥാന്യ ഭവൻ ഇന്ന് സ്നേഹത്തണലിൻ്റെ ഒരു കൂടാരമാണ്.
ജീവിത വഴികളിൽ ഒറ്റപ്പെട്ടു പോയ 57 പരം പേർക്ക് അഭയം നൽകിയിരിക്കുന്ന ഒരു വലിയ സ്നേഹത്തണൽ. രണ്ടായിരത്തി 2001 ഞങ്ങൾ തേവലക്കര താമസം ആരംഭിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് 2007 ഈ സ്ഥാപനം ബഥാന്യ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. ഇത് മെൻ്റൽ റിട്ടാർഡ് കുട്ടികൾക്ക് വേണ്ടി ഉള്ള സ്ഥാപനമാണ്. വീടുകളിലൊക്കെ അപ്പനും അമ്മയ്ക്കും ഒരു ഭാരമായിട്ട് ഇവരിയ്ക്കുന്നത് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയത്. അന്ന് തൊട്ട് ഞാനിവിടെ ഈ സ്ഥാപനത്തിലുണ്ട്. അന്ന് ഞങ്ങൾ 7 കുട്ടികളുമായിട്ടാണ് ഇവിടെ തുടങ്ങിയത്. ഇപ്പോൾ 56 പേരുണ്ട് ഇവിടെ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഞങ്ങളുടെ സുപ്പീരിയറായിട്ട് റാന്നി പെരുന്നാട്ടിലേക്ക് പോയപ്പോഴാണ് എൻ്റെ കൂടെ ഇപ്പോൾ 2 സിസ്റ്റേജ് ഉള്ളത്. വന്ന് അവർ പിന്നെ ഒരാൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ അവർക്ക് ഒത്തിരി മാറ്റം വരും. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കും. അപ്പോൾ ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ടും പിന്നെ ഈ കൂട്ടത്തിലായി കഴിയുമ്പം അവർക്ക് തന്നെ ഒരു മാറ്റം ഞങ്ങൾ കാണാറുണ്ട്. ചില സമയത്ത് ഞങ്ങൾക്ക് ജോലിക്കാരൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ ജോലിയും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അന്നേരം. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളതൊരു 5-6 പേര് കാണും. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്താലേ അവർക്ക് പറ്റത്തുള്ളൂ. പല്ല് തേക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സഹായം അവർക്ക് വേണം. സ്വയം ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. ഇന്ന് ചെയ്തു കൊടുത്താൽ നാളെ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്കല്ലാതെ അറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ആർക്കുമില്ല. 6 മണിയാകുമ്പോഴത്തേന് ഇവർ എഴുന്നേക്കും. കൂടുതലും ആൾക്കാർ തന്നെ എഴുന്നേൽക്കുന്നവരുണ്ട്. പിന്നെ ചിലർ വിളിക്കാതിരുന്നാൽ അവരവിടെ കിടന്നുറങ്ങുന്നവരുണ്ട് കേട്ടോ. രാവിലെ 7:30 ആകുമ്പോഴത്തേന് ഇവിടെ ഇവരെ സ്റ്റാഫ് വരും. ഇവരെ കുളിപ്പിച്ച് 8:30-8:45 ആകുമ്പോഴത്തേന് ഇവരുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം നടത്തും. പിന്നെ ദിവസവും ഇവരെ പല്ല് തേച്ച് കുളിപ്പിച്ച് വേണം ഇവരെ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് പ്രയർ, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണം. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഇവരെ പഠിപ്പിക്കാനുള്ള ടീച്ചർ വരും. അപ്പോൾ അതിനോടുകൂടി പ്രാർത്ഥനയും പിന്നെ യോഗ, എക്സർസൈസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഇവർക്ക് വേറെ. ഇപ്പോൾ ഒരു ദിവസം സംഗീത ക്ലാസ് ആണെങ്കിൽ അടുത്തൊരു ദിവസം കഥ പറയുന്ന ക്ലാസ് ആയിരിക്കും. അല്ലാതെ ഓണം ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഇവരെ അതിനനുസരിച്ചുള്ള പാട്ടുകളൊക്കെ പഠിപ്പിക്കും. പിന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അല്ല ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരിയ്ക്കത്തില്ലല്ലോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ കുറേ പേര് കിടക്കുന്നവരുണ്ട്, കുറച്ച് പേര് TV ഒക്കെ കാണും. അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിയുമ്പോൾ ഇവർ പിന്നെ നടത്താൻ വിടും. നടക്കാനാവുന്നവരെല്ലാം ഞങ്ങൾ നിർബന്ധമായിട്ട് നടത്തിപ്പിക്കും. അത് കഴിഞ്ഞൊരു 5:30-6 ആകുമ്പോഴത്തേന് ഇവർ ഈ നടപ്പ് ഇതെല്ലാം അവിടെയൊക്കെ വെളിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അകത്ത് വന്ന് പ്രാർത്ഥന, പിന്നെ ഭക്ഷണം. 8:30 ആകുമ്പോഴത്തേന് എല്ലാവരും കൂടുതൽ ആൾക്കാർ കിടന്നു കഴിയും. പിന്നെ കുറേ പേരിരുന്ന് TV ഒക്കെ കാണും. കാവൽ മാലാകമാരെ കണ്ണടയ്ക്കരുതേ, താരേ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാകമാരെ ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ്, തളിരാർന്ന പൊന്മേനി നോവുമേ കുളിരോർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ കുളിരോർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. കൊല്ലം തേവലക്കര കിഴക്കേക്കരയ്ക്ക് സമീപം പ്രവർത്തനം തുടരുന്ന ബഥാന്യ ഭവൻ സിസ്റ്റർ സൂസന മെമ്മോറിയൽ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് വുമൺ എന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് തണൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കാവൽ മാലാകമാരെ